ഹായ് ഹലോ വെൽക്കം ബാക്ക്. നമുക്കിന്ന് കുറച്ച് സ്റ്റിൽ മോഡൽസ് പരിചയപ്പെടാം. ഡിഫറെൻറ്റ് ഫാമിംഗ് ടെക്നിക്സ് ആണ് ഞാൻ ഇതിലൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഫസ്റ്റ് വൺ ഈസ് വെർട്ടിക്കൽ ഫാമിംഗ്. അപ്പോൾ ഈ ഒരു ടെക്നിക്കിന് വേണ്ടിയിട്ട് ഞാൻ കാർഡ്ബോർഡിന് ആദ്യം ഒരു ഷെൽഫ് രൂപത്തിൽ ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്തത്. പിന്നീട് പ്ലാന്റ്സിന് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ബോട്ടിലിൻ്റെ ക്യാപ്പാണ് യൂസ് ചെയ്തത്. ബോട്ടിൽ ക്യാപ്പിൽ ബ്രൗൺ കളറിൽ കാർഡ്ബോർഡ് കളർ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചു. ശേഷം പ്ലാസ്റ്റിക് പ്ലാന്റ്സിന് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ആ ഒരു കാർഡ്ബോർഡിലേക്ക് ഇറക്കി വെക്കുക ചെയ്തത്. അപ്പോൾ നമ്മുടെ വെർട്ടിക്കൽ ഫാമിങ്ങിൻ്റെ സെറ്റപ്പ് റെഡി. സെക്കൻഡ് വൺ ഈസ് പോളി ഹൗസ്. ഈ ഒരു സ്റ്റിൽ മോഡലിന് വേണ്ടിയിട്ട് തെർമോക്കോളാണ് ഞാൻ ബേസായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. തെർമോക്കോളിൽ പ്ലാന്റ്സ് വരുന്ന രീതി സ്റ്റിക്ക് ചെയ്ത് വെക്കുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ തെർമോക്കോൾ തന്നെ യൂസ് ചെയ്തിട്ട് ഞാൻ റിങ് രൂപത്തിൽ കട്ട് ചെയ്ത് 3 റിങ്സ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഒരു കാർഡ്ബോർഡിൻ്റെ മുകളിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിന് ശേഷം നമുക്കൊരു ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഷീറ്റ് വേണം. പോളിത്തീൻ ഷീറ്റോ അതല്ലാന്നുണ്ടെങ്കിൽ OHP ഷീറ്റോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. എന്നിട്ട് ഈ ഒരു തെർമോക്കോളിൻ്റെ മുകളിലൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് റാപ്പ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് നമുക്ക് പോളി ഹൗസ് ഉണ്ടാക്കിയെടുക്കാം. ലാസ്റ്റ് വൺ ഈസ് ഹൈഡ്രോപോണിക്സ്. ഇവിടെ 3 പ്ലാസ്റ്റിക് ബോട്ടിൽസ് ടിഷ്യൂ പേപ്പറൊക്കെ വെച്ച് കവർ ചെയ്ത് കളർ ചെയ്ത് എടുത്തിട്ടുണ്ട്. നിങ്ങളിഷ്ടം പോലെ ചെയ്യാം. എന്നിട്ട് ഇത് 3 കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹോള് കൊടുത്തു. അതിലൂടെ ഒരു പൈപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പ്ലാന്റ്സ് അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ബോട്ടിലിന് ചെറിയ ഹോളുകളാക്കിയിട്ട് പ്ലാസ്റ്റിക് പ്ലാന്റ്സും അറേഞ്ച് ചെയ്തു. ഇതെല്ലാം കൂടെ ഒരു കാർഡ്ബോർഡിൻ്റെ മുകളിൽ സെറ്റ് ചെയ്താൽ നമ്മുടെ ഹൈഡ്രോപോണിക്സ് റെഡി. ഈ സ്റ്റിൽ മോഡൽസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാൻ മടിക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ്.